Welcome to Wings to Win Education. UGC Net Unit 2 Macroeconomics Demand for Money Part 2. First of all, we are going to discuss about Tobin's portfolio approach to demand for money. Tobin, അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ടോബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ അപ്രോച്ചാണ് ജെയിംസ് ടോബിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജെയിംസ് ടോബിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ് അത് അവരുടെ അസറ്റിനെ പോർട്ട്ഫോളിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അസറ്റിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പോർട്ട്ഫോളിയോ മീൻസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ മണി, അവരുടെ കയ്യിലുള്ള പണം രണ്ട് രീതിയിലാണ് ഒരു ഇൻഡിവിജ്വൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഒരു വ്യക്തി അവരുടെ മണി എന്ന് പറയുന്നത് 2 ഫോംസിലാണ് കീപ്പ് ചെയ്യുന്നത്. വൺ ഈസ് ബോൺസ് ആൻഡ് അനദർ വൺ ഈസ് മണി. അതായത് ബോണ്ട് എന്ന് പറയുമ്പോൾ റിസ്കി അസറ്റാണ്, അല്ലെങ്കിൽ ഷെയർസോ ബോൺസോ എന്തും ആവാം. അത്തരത്തിലുള്ള ഒരു റിസ്കി അസറ്റിനെയാണ് ബോൺസ് എന്നുള്ള രീതിയിൽ ടോബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ റിവാർഡോ ഒന്നും കിട്ടാതെ, റിസ്ക് എലമെൻറ്റും ഇല്ലാതെ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, ക്യാഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, അതാണ് മണി. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് കിട്ടുന്ന പണം രണ്ട് രീതിയിലാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അദ്ദേഹം മണി ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ അഭിപ്രായം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ എല്ലാ ക്യാഷും മണി ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ക്യാഷും ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും. ഇവയ്ക്ക് രണ്ടിൻ്റെ ഇടയിൽ ഒരു ചോയ്സ് ഇല്ല. ആരുടെ അഭിപ്രായത്തിൽ? കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എല്ലാ ക്യാഷും മണി ആയിട്ട് കൈവശം വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക, എല്ലാ ക്യാഷും ബോണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ, ബോണ്ടിൻ്റെയും മണീൻ്റെയും ഇടയിൽ ഒരു അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു കീപ്പിംഗ് ആര് പറഞ്ഞിട്ടില്ല? കെയ്ൻസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ജെയിംസ് ടോബിൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടിൻ്റെ ഇടയ്ക്കും ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അതായത് ഇൻഡിവിജ്വലിന് മണിയായിട്ടും ബോണ്ടായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ മണീനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഐഡിയലായിട്ട് കുറച്ച് വെക്കുകയും ബാക്കിയുള്ളത് ബോണ്ടിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ബോണ്ടിന് യൂസ് ചെയ്തിട്ട് കുറവ് മണിയായിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ മണിയായിട്ട് കീപ്പ് ചെയ്തിട്ട് കുറവ് ബോണ്ടിന് വേണ്ടി യൂസ് ചെയ്യാം. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ബേസ് ആയിരിക്കും. പക്ഷെ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ആറ്റിറ്റ്യൂഡ് പ്രശ്നമല്ല. ഒന്നെങ്കിൽ എല്ലാതും എന്തിൽ വെക്കും, മണിയായിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബോണ്ട്, ഏതർ ബോണ്ട് ഓ മണി എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ ബോണ്ട് ആൻഡ് മണി എന്നുള്ളതാണ് ആരുടെ? ജെയിംസ് ടോബിൻ്റെ. രണ്ടിലും കീപ്പ് ചെയ്യാം, രണ്ടിലും എന്ത് ചെയ്യാം, നമുക്ക് പകുതിയായിട്ടോ അല്ലെങ്കിൽ ഹാഫ് ടു ഹാഫ് ആയിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മണീനെ കീപ്പ് ചെയ്യാം. പക്ഷേ കെയ്ൻസ് പറയുന്നത് ഒന്നെങ്കിൽ മണിയായിട്ട് വെക്കുക, അല്ലെങ്കിൽ ബോണ്ടായിട്ട് വെക്കുക, ഏതർ ബോണ്ട്സ് ഓർ മണി എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ ജെയിംസ് ടോബിൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോണ്ട് എന്ന് പറയുന്നത് റിസ്കി അസറ്റാണ്. പക്ഷെ മണിയിൽ, നമ്മുടെ അടുത്ത് കീപ്പ് ചെയ്ത് വെക്കുന്ന മണിയിൽ എന്തില്ല, ഒരു തരത്തിലുള്ള റിസ്ക് എലമെൻറ്റും ഇല്ല. ഇനി എന്തുകൊണ്ടാണ് ഈ റിസ്കി എലമെൻറ്റ് വന്നിട്ടുള്ളത്? ബോണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ഉണ്ട്. കാരണം അത് നമ്മൾ റിസ്ക് ഏറ്റെടുത്താൽ അതിനുള്ള റിവാർഡും എന്തായിരിക്കും, കൂടുതലായിരിക്കാം. റിസ്ക് ഉള്ളതിന് കാരണം റിവാർഡും റിസ്ക്കും കൂടെ തമ്മിലൊരു വേണം, ഒരു മാച്ച് വേണം. അതായത് റിസ്ക് കൂടുന്തോറും റിവാർഡ് കിട്ടാനുള്ള ചാൻസും കൂടുന്നുണ്ട്, റിസ്ക് കുറയും തോറും റിവാർഡ് കിട്ടാനുള്ള ചാൻസും കുറയുന്നുണ്ട്. നമ്മളൊരു 1000 രൂപ ബോണ്ടിൽ നിക്ഷേപിച്ചാലും 1000 രൂപ മണിയായിട്ടും കീപ്പ് ചെയ്തു. അപ്പോൾ മണിയായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത 1000 രൂപ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, അതൊരു റിസ്ക്കും ഇല്ല. ആ 1000 എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ 1000-ൽ നിന്ന് നമുക്ക് എന്തില്ല, ഒരു രീതിയിലും നഷ്ടം സംഭവിക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ മണിയായിട്ട് നമ്മുടെ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1000-ലേക്ക് എക്സ്ട്രാ മണി വരുന്നുമില്ല. പക്ഷെ 1000 രൂപ നമ്മൾ 1000-ൽ നിന്നും ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഒരു സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ മണിയായിട്ട് കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സേഫ് എലമെൻ്റാണ്. ഇനി ബോണ്ടായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ ബോണ്ടിൽ നിക്ഷേപിച്ചു, ഒരുപക്ഷെ അതിൽ നിന്നും ആ 1000 രൂപ പോവാനോ 1000-ൽ നിന്നും എന്തെങ്കിലും പോവാനുള്ള ചാൻസും അവിടെ ഉണ്ട്. മാത്രമല്ല 1000-ൻ്റെ ഡബിൾ ആവാനോ അതിൽ കൂടുതലാവാനുള്ള ചാൻസും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലുള്ള ചാൻസും ഉണ്ട്, കുറയാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ബോണ്ട് എന്താണ്, റിസ്കി എലമെൻ്റ് ആണെന്ന് പറയാൻ കാരണം ബോണ്ട് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ പ്രൈസസ് എന്ന് പറയുന്നത് മിനിറ്റ് ബൈ മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് വെച്ച് ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഒന്നെങ്കിൽ കൂടുതൽ കിട്ടാം, അല്ലെങ്കിൽ കുറവ് കിട്ടാം. അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ടോബിൻ്റെ അഭിപ്രായത്തിൽ ബോണ്ട്സ് മണി ഇവയ്ക്ക് രണ്ടിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒരു ചോയ്സ് ഇൻഡിവിജ്വലിനുണ്ട്. അതായത് ഒന്നെങ്കിൽ ബോണ്ടിൽ നിക്ഷേപിക്കാം അല്ലെങ്കിൽ മണിയിൽ നിക്ഷേപിക്കാം. മാത്രമല്ല ബോണ്ടിൽ കുറച്ചും മണിയിൽ കുറച്ചുമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ ബോണ്ടിലാണോ കൂടുതൽ നിക്ഷേപിക്കുന്നത്, മണിയിലാണോ കൂടുതൽ നിക്ഷേപിക്കുന്നത്, അതിൻ്റെ എന്താണ് ഇൻഡിവിജ്വൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഏതാണ് തനിക്ക് കൂടുതൽ വേണ്ടത്, ഏതിലാണ് ഞാൻ കൂടുതൽ മണി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഡിവിജ്വൽ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ടോബിൻ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ ബോണ്ടിലാവുമ്പോൾ റിസ്ക് ഉണ്ട്, റിട്ടേണും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മണി ആകുമ്പോൾ സേഫ് ആണ്, അവിടെ എന്തില്ല, റിസ്ക് ഇല്ല. മാത്രമല്ല റിട്ടേൺ എന്തായിരിക്കും, കൂടുതൽ റിട്ടേൺ വരില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് കീപ്പ് ചെയ്ത മണി എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് ഉണ്ടായിരിക്കും. ഈ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു എലക്ഷൻ നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏതിലാണ് കൂടുതൽ നിക്ഷേപിക്കേണ്ടത്, ആ തെരഞ്ഞെടുപ്പിനെ പറ്റി ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്, ബോണ്ടിലാണോ കൂടുതൽ വേണ്ടത്, മണിയിലാണോ കൂടുതൽ വേണ്ടത്, അങ്ങനെ ഏതിലാണോ വേണ്ടത് എന്നുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ടോബിൻ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അപ്രോച്ചിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ടോബിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ മണി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മണിയായിട്ട് കീപ്പ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ബോണ്ടായിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലും നിക്ഷേപിക്കാം. കുറച്ച് ബോണ്ടിലും കുറച്ച് മണിയായിട്ടും കീപ്പ് ചെയ്യാം. ഇങ്ങനെ എന്തും ചെയ്യാം. ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് റിസ്കി അസറ്റാണ്, പക്ഷെ മണി എന്ന് പറയുന്നത് എന്താണ്, സേഫാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിലേത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, എത്രത്തോളം തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിച്ചപ്പോൾ 3 വിധത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടിട്ടുണ്ട്. റിസ്ക് അവേർട്ടർ ഉണ്ട്, റിസ്ക് ലവർ ഉണ്ട്, റിസ്ക് ന്യൂട്രൽ ഉണ്ട്, അല്ലേ? റിസ്ക് അവേർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, റിസ്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. റിസ്ക് വേണ്ട, കൂടുതൽ റിട്ടേണും വേണ്ട, റിസ്ക്കും വേണ്ട, എനിക്ക് റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയല്ല, റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയല്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ റിട്ടേണും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് റിസ്ക് അവേർട്ടേഴ്സ്. ഇനി അതേസമയം റിസ്ക് ലവേഴ്സ് ഉണ്ട്, അല്ലേ? എത്ര തന്നെ പോയാലും കുഴപ്പമില്ല, ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ബേസിലായിരിക്കും ഇവർ ഇങ്ങനെ ഏതിൽ കൂടുതൽ നിക്ഷേപിക്കണം, ഏതിൽ കുറവ് നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ചോയ്സ് വരാൻ കാരണം റിസ്കി എലമെൻ്റ് ആണ്, അല്ലേ? ബോണ്ടിൽ അല്ലെങ്കിൽ അസറ്റ്സിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്, അല്ലേ? ഷെയർ ആവട്ടെ ബോണ്ട് ആവട്ടെ അതിലെന്തുണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷേ മണി ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തില്ല, റിസ്ക് ഇല്ല. ഇനി ഇവിടെ എന്തുകൊണ്ട് റിസ്ക് എടുക്കണം എന്ന് ചോദിച്ചാൽ, റിസ്ക് ഉള്ളിടത്ത് കൂടുതൽ റിട്ടേൺ ഉണ്ടായിരിക്കും. ലെസ് റിസ്ക് ആണെങ്കിൽ റിട്ടേണും എന്തായിരിക്കും, ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, സെർട്ടൈൻ അല്ല, അൺസെർട്ടൈൻ ആണ്. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് അൺസെർട്ടൈൻ. ദാറ്റ് ഈസ് വൈ ആൻ ഇൻഡിവിജ്വൽ ഓൾവേസ് ഫേസ് റിസ്കി എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്കി എലമെൻറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, അൺസെർട്ടൈൻ ആണ്. മാത്രമല്ല ബോണ്ടിൻ്റെ പ്രൈസസിലും എന്തില്ല, ഒരു സെർട്ടൈനിറ്റി നിലനിൽക്കുന്നില്ല. ബോണ്ട് പ്രൈസസും എന്താണ്, ഡേ ബൈ ഡേ, മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ റിസ്കി എലമെൻ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക് അവിടെ ഹൈ റിട്ടേൺ ഉണ്ടായിരിക്കും, പക്ഷെ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവർക്ക് അവിടെ റിട്ടേണും ഉണ്ടായിരിക്കില്ല. ഇനി ഇവരുടെ ആറ്റിറ്റ്യൂഡ് ബേസിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? സപ്പോസ് ഒരു ഇൻഡിവിജ്വൽ റിസ്ക് അവേർട്ടറാണ്, റിസ്ക് അവേർഷന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വലാണ്. അദ്ദേഹം റിസ്ക് എടുക്കാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ മണി അദ്ദേഹം എന്ത് ചെയ്യും, മണി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്കാ റിസ്ക് അവേർട്ടറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മണിയും അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സേഫ് ആയിട്ട് വെക്കും. എവിടെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് റിസ്ക് എടുക്കുന്നത് ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുൻഗണന കൊടുക്കുന്നത്. അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടുള്ള റിട്ടേണും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനും അദ്ദേഹം തയ്യാറല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും, പ്രിഫർലെസ് റിസ്ക് ആണല്ലേ, അല്ലെങ്കിൽ അദ്ദേഹം റിസ്ക് എടുക്കാനേ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസിൽ എന്തായിരിക്കും, ലോവർ ഡിഗ്രി ഓഫ് റിട്ടേൺ ആയിരിക്കും ഉണ്ടാവുക. റിസ്ക് അവേർട്ടറുടെ കാര്യത്തിൽ ലോവർ റിട്ടേൺ ആയിരിക്കും. കാരണം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം റിസ്ക് എടുക്കാൻ റെഡിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ക്യാഷും അല്ലെങ്കിൽ മെച്ചൂരിറ്റി ക്യാഷും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യാനാണ്, ഐഡിയലായിട്ട് കീപ്പ് ചെയ്യാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. ഇനി
ഓൺ ദി അതർ ഹാൻഡ് ഒരു വ്യക്തി റിസ്ക് ലവർ ആണെന്ന് വെച്ചോ, ഈ റിസ്ക് ലവർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫുൾ മണിയും ഒരുപക്ഷെ അദ്ദേഹം ബോണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു അസറ്റിന് വേണ്ടി ഷെയർ പോലുള്ള അസറ്റിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കും. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൊത്തം മണിയും അദ്ദേഹം അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവും, അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെജോറിറ്റി മണിയും അദ്ദേഹം എന്ത് ചെയ്യും, ബോണ്ടിന് വേണ്ടിയിട്ടോ ഷെയറിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യും. അപ്പോൾ റിസ്ക് അവേർട്ടഡ് ആണോ റിസ്ക് ലവർ ആണോ ഒരു വ്യക്തി, ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ആ ഒരു ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഇതിൽ നിന്നും ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. റിസ്ക് അവേർട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മൊത്തം മണിയും കയ്യിൽ മണിയായിട്ട് തന്നെ കീപ്പ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ മെജോറിറ്റി മണിയും മണിയായിട്ട് തന്നെ കീപ്പ് ചെയ്യും. പക്ഷേ റിസ്ക് ലവർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ ഡിഗ്രി ഓഫ് റിസ്ക് ഉള്ളത് കാരണം ഹയർ ഡിഗ്രി ഓഫ് റിട്ടേണും അല്ലെങ്കിൽ ആവറേജ് റിട്ടേണും എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ദാറ്റ് ഈസ് വൈ അവരെന്ത് ചെയ്യും, കൂടുതൽ പണവും അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും കുറവ് മണി മാത്രം കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കുകയും മണിയായിട്ട് കീപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതാണെന്ത് നമ്മുടെ ടോബിൻ്റെ തിയറിയിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ടോബിൻസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫംഗ്ഷനിൽ ടോബിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫംഗ്ഷനെ ഗ്രാഫിക്കലിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷനെയാണ്. ടോബിന് ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണ് എന്നുണ്ടെങ്കിൽ പീപ്പിൾ എന്ത് ചെയ്യും, ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ ബോണ്ട്സ് പർച്ചേസ് ചെയ്ത് അതിൽ നിന്നും റിട്ടേൺ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ബോണ്ട്സ് വാങ്ങിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് കുറവായിരിക്കും, ലെസ് ആയിരിക്കും. അപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ ഫ്രാങ്ഷൻ എന്തിന് യൂസ് ചെയ്യും, ബോണ്ട്സ് അല്ലെങ്കിൽ മറ്റു അസറ്റോ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന മണി കുറവായിരിക്കും. ഇനി അതർ ഹാൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യുന്ന മണി കൂടുതലായിരിക്കും, ബോണ്ട്സിൻ്റെയും മറ്റു അസറ്റിനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുക കുറവുമായിരിക്കും. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അത് എന്ത് റിലേഷനാണ്, ഇൻവേഴ്സ് റിലേഷനാണ് അല്ലേ. കാരണം ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണി വിൽ ബി ലെസ് ബിക്കോസ് ദേ വിൽ യൂസ് ദെയർ മണി ഫോർ അതർ പർപ്പസസ് ലൈക്ക് ബൈയിങ് ബോണ്ട്സ് ആൻഡ് അസറ്റ്സ്. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഫോർ മണി, ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ റിസ്ക്കും റിട്ടേണും ഇവയൊക്കെ തമ്മിലുള്ള റിലേഷനെയാണ് ജെയിംസ് ടോബിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് ഗ്രാഫിക്കലി നമുക്ക് അനലൈസ് ചെയ്യാം. ഇവിടെ പോർട്ട്ഫോളിയോ ഫംഗ്ഷൻ ഓഫ് ഫോർ മണി ആസ് ആൻ സ്ലോപ്പ് ഡൗൺവേഴ്സ് ആസ് ഈസ് ഷോൺ ഫിഗർ. ഇവിടെ നോക്കുക, ഇതാണ് എന്ത് കാണിക്കുന്നത്, മണി ഹോൾഡിങ് കാണിക്കുന്നത്. ഇവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മണി ഹോൾഡിംഗ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത്, ബോണ്ട് ഹോൾഡിങ്ങിനെ കാണിക്കുന്നത്. ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്, താഴേക്കും മുകളിലേക്കും. ഇവിടെ നോക്കാം, എക്സ് ആക്സിസിൽ ഇവിടെ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് റിസ്ക് ആണ്, ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇവിടേക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്, ഇവിടേക്ക് എക്സ്പെക്റ്റഡ് റിട്ടേണും ഇവിടെ താഴേക്ക് എന്താണ് ബോണ്ട്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഇവിടെ താഴേക്ക് ബോണ്ട്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്തൊക്കെ തമ്മിലാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട്, ബോണ്ട്സ് ഉണ്ട്, റിസ്ക് ഉണ്ട്, ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണി ഉണ്ട്, ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് ബോണ്ട് ഉണ്ട് അല്ല. ബോണ്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഡിമാൻഡ് എത്രയാണ്, മണി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഡിമാൻഡ് എത്രയാണ്, റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും ഒക്കെ തമ്മിലുള്ള ഇതിൻ്റെ റിലേഷൻ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഇവിടെ കാണിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ ബോണ്ട് ഹോൾഡിങ്ങും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണിയും തമ്മിൽ, ഐഡിയലായിട്ട് മണി ഹോൾഡ് ചെയ്യുന്നതും തമ്മിലുള്ള റിലേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് R' എന്ന് പറയുന്ന ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ പറഞ്ഞു ബോണ്ട് ഹോൾഡിംഗ് ആണ് ഈ കാണിക്കുന്നത്, ഇവിടെ എന്താണ് കാണിക്കുന്നത്, മണി ഹോൾഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് ഹോൾഡിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഡയറക്റ്റ് ആണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ബോണ്ട് ഹോൾഡിംഗ് കൂടുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും ബോണ്ട് ഹോൾഡിംഗ് കുറയുകയും ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ഡിമാൻഡ് ഫോർ മണി കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും ഡിമാൻഡ് ഫോർ മണി കൂടുകയും ചെയ്യും. നോക്കാം, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R' എന്ന് പറയുന്ന ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ നോക്കുക, ഇത്ര മാക്സിമം എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്,
ബോണ്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മണിയും ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാ മണിയും എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ബോണ്ട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്ത് വെച്ച മണി എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന പോർഷൻ 0 ആണ് കാണിക്കുന്നത്. എന്താണ്? ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാ മണിയും അദ്ദേഹം എന്ത് ചെയ്തു? ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും 0 മണി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മണിയായിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്തു. ഈ നോക്കുക, ഈ ആർ ഡാഷിൽ നിന്നും ആർ സ്റ്റാർ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആർ സ്റ്റാർ ആയിട്ട് കുറഞ്ഞു. ആദ്യത്തേതിൽ നിന്നും ആർ സ്റ്റാർ ആയിട്ട് കുറഞ്ഞ സമയത്ത് നോക്കുക, എഫിൽ നിന്നും ഇ ആയിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഡിമാൻഡ് ഫോർ ബോണ്ട് അല്ലെങ്കിൽ ബോണ്ടിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെച്ച മണി കുറഞ്ഞു. എഫിൽ നിന്നും ഇ ആയിട്ട് കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞപ്പോൾ ബോണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത മണി കുറയുകയും 0 മണിയിൽ നിന്നും ശകലം മണി എന്ത് ചെയ്തു? കുറച്ച് മണി നമ്മുടെ കയ്യിൽ ഐഡിലായിട്ട് വെച്ചു. ഇത്രയും മണി എന്ത് ചെയ്യും? ഇത്രയും വരുന്ന ഭാഗം കയ്യിൽ വെക്കുകയും ബാക്കി പോർഷൻ മാത്രം ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. ഇത് നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും തോറും എന്ത് ചെയ്യാണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയും തോറും ബോണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന മണി കുറയുകയും കൈവശം വെക്കുന്ന ഐഡിലായിട്ട് വെക്കുന്ന മണി കൂടുകയും ചെയ്യും. ഇനി 0 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ എല്ലാ മണിയും അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ മണിയും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൈവശം ഐഡിലായിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി 0 മണി മാത്രമാണ് എന്തായിട്ട് 0 ആണ് ബോണ്ട് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഹയർ റേറ്റ് ആണ് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ ഹയർ ബോണ്ട് ഹോൾഡിംഗ് ആയിരിക്കും. മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ മണിയും ബോണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും കൈവശം വെക്കുന്ന മണി 0 ആയിരിക്കും. ഇനി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0 ആണ് എന്നുണ്ടെങ്കിൽ കൈവശം വെക്കുന്ന മൊത്തം മണിയും കൈവശം വെക്കുകയും 0 ബോണ്ട് ഹോൾഡിങ്ങും ആയിരിക്കും ഉള്ളത്. ഇതാണ്. ഇനി ഇവിടെ റിസ്കിൻ്റെ കാര്യം നോക്കാം. റിസ്ക് കൂടുന്തോറും റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? ഇവിടുന്ന് ഈ സിഗ്മ ടി എന്ന് പറയുന്ന സിഗ്മ ടി സ്റ്റാറിൽ നിന്നും സിഗ്മ ടി ഹാഷ് ആയിട്ട് എന്ത് കൂടുന്നുണ്ട്? റിസ്ക് കൂടുന്നുണ്ട്. ആ സമയത്ത് ആർ സ്റ്റാറിൽ നിന്നും ആർ ഹാഷ് ആയിട്ട് നമ്മുടെ റിട്ടേണും കൂടുന്നുണ്ട്. റിസ്ക്കും റിട്ടേണും തമ്മിൽ എന്ത് റിലേഷനാണ്? ഡയറക്റ്റ് റിലേഷനാണ്. ഇനി എക്സ്പെക്റ്റഡ് റിട്ടേണും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് ഹോൾഡിങ്ങും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. എക്സ്പെക്റ്റഡ് റിട്ടേണും മണി ഹോൾഡിങ്ങും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്. ഈ ഒരു റിലേഷൻ എപ്പോഴും എന്ത് ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ടോബിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ മണിയായിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബോണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ സൈമിൾട്ടാനിയസ് അപ്രോച്ചാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ജെയിംസ് ടോബിൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാം? മണിയായിട്ടും കീപ്പ് ചെയ്യാം, പോർട്ട്ഫോളിയോ ആയിട്ട് അല്ലെങ്കിൽ അസറ്റായിട്ട് അതിന് പോർട്ട്ഫോളിയോ ആയിട്ടും കീപ്പ് ചെയ്യാം. അത് പോർട്ട്ഫോളിയോ മീൻസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും അവർക്ക് ചൂസ് ചെയ്യും. ചെറിയ മണിയായിട്ട് കീപ്പ് ചെയ്യാം, ബാക്കി അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ രണ്ടിലും ഒരുമിച്ച് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ടോബിൻ്റെ അഭിപ്രായം. പക്ഷേ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ രണ്ടിലും ഒരുമിച്ച് കീപ്പ് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നിൽ, എയ്തർ മണി ഹോൾഡിംഗ് ഓ ബൈയിങ് ബോൺസ് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? കെയ്ൻസിൻ്റെ അഭിപ്രായം. ഇനി ടോബിൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ചൂസ് ചെയ്യാം, രണ്ട് കോമ്പിനേഷനും ചൂസ് ചെയ്യാം. എങ്ങനെ ചൂസ് ചെയ്യണം, എത്രത്തോളം ചൂസ് ചെയ്യണം എന്നുള്ളത് ആ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിന് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൻ്റെ ബേസിലായിരിക്കും. റിസ്ക് അവേർട്ടഡ് ആണെങ്കിൽ കൂടുതൽ അസറ്റ് വാങ്ങിക്കുകയും റിസ്ക് അവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മണിയായിട്ട് കീപ്പ് ചെയ്യുകയും റിസ്ക് ലവർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അസറ്റ് വാങ്ങിക്കും അല്ലെങ്കിൽ ബോണ്ടിലായിരിക്കും കൂടുതൽ കീപ്പ് ചെയ്യുന്നത്. ഇതാണ് എന്ത് ടോബിൻ്റെ പോർട്ട്ഫോളിയോ അപ്രോച്ച് എന്ന് പറയുന്നത്. ബോമോൾസ് ഇൻവെൻട്രി അപ്രോച്ച് ടു ട്രാൻസാക്ഷൻസ് ഡിമാൻഡ് ഫോർ മണി. ബോമോളിൻ്റെ ഇൻവെൻട്രി അപ്രോച്ച് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ടിട്ട് ബോമോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻവെൻട്രി അപ്രോച്ച് എന്ന് പറയുന്നത്. ബോമോളിൻ്റെ ഇൻവെൻട്രി അപ്രോച്ച് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അദ്ദേഹം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണീനെയാണ്.
അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മണി ഡിമാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ബോമോൾ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻവെൻട്രി കൺട്രോൾ ഓർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നുമാണ്. ഇൻവെൻട്രി കൺട്രോൾ, ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുമാണ് ബോമോള് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണീനെ നമുക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ എന്താണ് ഇൻവെൻട്രി കൺട്രോൾ ഓർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ നോക്കും. ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോള് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. എന്താണ് ഇൻവെൻട്രീസ്? സ്റ്റോക്ക് പോലെ തന്നെ അല്ലേ, അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സും അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്താണ് കീപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, മെറ്റീരിയൽസ് അല്ലെ, റോ മെറ്റീരിയൽസ് പോലുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യാം കീപ്പ് ചെയ്ത് വെക്കാം. ഒരു ബിസിനസ് മാൻ കീപ്പ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിമാൻഡ് കൂടുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഡിമാൻഡ് കൂടിയാൽ ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഡിമാൻഡിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെൻട്രീസ് ഓഫ് ഗുഡ്സും മെറ്റീരിയൽസും ഒരു ബിസിനസ്മാൻ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് മണീൻ്റെ കേസിലും ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ബോമോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബിസിനസ്മാൻ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കുന്നു. കാരണം ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്നുണ്ടാകുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻവെൻട്രീസ് കീപ്പ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു? മണി കീപ്പ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മണിയും എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഒരു ഇൻഡിവിജ്വൽ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ബിസിനസ്മാൻ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ ഇൻവെൻറ്ററീസ് കീപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മണിയുടെ ഇൻവെൻറ്ററി ഒരു ഇൻഡിവിജ്വൽ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോർ വാട്ട്? ദിസ് ഈസ് ഫോർ ദി ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതാണ് ബോമോളിൻ്റെ ഇൻവെൻറ്ററി അപ്രോച്ച്. ഇങ്ങനെ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ മാക്സിമം മണി കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ അവർക്ക് ഡിമാൻഡ് വരുന്ന സമയത്ത് മണീനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമം ഇൻവെൻട്രി ഓഫ് മണി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡിവിജ്വൽ കീപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്ന മണിക്ക് അവർ എന്ത് ഇൻകർ ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടിയിട്ട് ഇൻവെൻട്രീസ് ഓഫ് മണി കീപ്പ് ചെയ്ത് വെക്കുന്ന ഇൻഡിവിജ്വൽ അതിനൊരു കോസ്റ്റും കൂടെ ഇൻകർ ചെയ്യുന്നുണ്ട്. എന്താണ് കോസ്റ്റ്? നമ്മൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം 5000 രൂപയാണ്, 4000 രൂപ അദ്ദേഹം കീപ്പ് ചെയ്തും കയ്യിൽ തന്നെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 4000 രൂപക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. എന്താണ് ആ കോസ്റ്റ് എന്ന് നോക്കാം. ആ കോസ്റ്റ് ആണ് the incurred cost on these inventories, as they have to forego interest which they could have earned if they had kept their wealth in saving deposits or fixed deposits or invested in bonds. That is the cost which incurred by that individual who kept inventory of money with them. എന്താണ്? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻവെൻട്രി ഓഫ് മണി കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. എന്താണ് ആ കോസ്റ്റ്? ഫോർഗോ ഇൻട്രസ്റ്റ്. ഈ മണി അദ്ദേഹം കൈവശം വെച്ച മണി അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേവിങ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കിട്ടാവുന്ന ഏണിങ്സ് അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടും? നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ഫോർഗോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അദ്ദേഹം ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെൻട്രി ഓഫ് മണി കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് എന്താണ്? ആ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ള മണി അദ്ദേഹം വല്ല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്? അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു 5000 രൂപ സാലറി കിട്ടിയ ഒരു വ്യക്തി 4000 രൂപ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു,
കീപ്പ് ചെയ്തു, 4000 രൂപ സൂക്ഷിച്ചു. ഈ 4000 രൂപയ്ക്ക് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. എന്താണ് ആ കോസ്റ്റ്? ഫോർഗോ ഇൻട്രസ്റ്റ്. ഈ കൈവശം വെച്ച കയ്യിൽ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെച്ച ഈ 4000 രൂപ വല്ല ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ബോണ്ട് വാങ്ങുന്നതിനോ ഷെയർ വാങ്ങുന്നതിനോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് അതിൽ നിന്നും വരുന്ന ഇൻട്രസ്റ്റ് ആണ് എന്തായിട്ട് വരുന്നത്? അദ്ദേഹം ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആയിട്ട് വരുന്നത്. സേവിങ് ഡെപ്പോസിറ്റിലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? അദ്ദേഹത്തിന് അതിന്മേലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും അല്ലേ? ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അദ്ദേഹം ഫോർഗോ ചെയ്തിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻകർ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി മണി കീപ്പ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്മേൽ എന്ത് കിട്ടും? അദ്ദേഹത്തിന് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. ആ കോസ്റ്റ് ആണ് എന്ത്? അദ്ദേഹം ഫോർഗോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മണി അദ്ദേഹം കൈവശം വെച്ചിട്ടുള്ള മണി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ടിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന മണി എത്രയാണോ, കിട്ടിയിരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ ആ മണിയാണ് ഈ ഒരു ഇൻവെന്ററി ഓഫ് മണിക്ക് വന്ന ഇൻകറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ദിസ് ഇൻട്രസ്റ്റ് ഇൻകം ഫോർഗോൺ ഈസ് ദി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസസ്. അപ്പം ഇൻ ദിസ് വേ ബോമോളും ടോബിനും എന്താണ് പറഞ്ഞിട്ടുള്ളത്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻഡിപെൻഡൻ്റ് അല്ല. അവർ എന്താണ്? നോട്ട് ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ബോമോളും ടോബിനും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഒരു തിയറിയിൽ, ഒരു ഡിമാൻഡ് ഫോർ മണിയുടെ അപ്രോച്ചിൽ ജെയിം കെയ്ൻസ് പറഞ്ഞത് നമ്മൾ ഓർത്തെടുക്കണം. എന്തായിരുന്നു? ജെയിം കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം നോട്ട് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതായിരുന്നു ജെയിം കെയ്ൻസിൻ്റെ വാദം. പക്ഷെ ഇവിടെ ബോമോളും ടോബിനും എന്ത് പറയുന്നുണ്ട്? ഇൻട്രസ്റ്റ് റേറ്റും എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ട് മണിയാണ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് കീപ്പ് ചെയ്ത് വെക്കുന്ന മണിയാണ് എന്ത് ചെയ്യുന്നത്? എന്താ ഇൻവെന്ററി ഓഫ് മണി എന്നറിയപ്പെടുന്നത് അല്ലേ? ഇൻവെന്ററി ഓഫ് മണി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഇൻവെന്ററി ഓഫ് മണിക്ക് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ദാറ്റ് ഈസ് വൈ transaction demand for money is dependent to interest rate or rate of interest. ഇനി ഒരു it may be noted that by money we mean currency and demand deposit which are quite safe and risky but carry no interest. അല്ലേ? മണി എന്ന് പറയുന്നത് എന്താണ്? സേഫ് ആണ്, റിസ്ക്ലെസ് ആണ് അല്ല? റിസ്ക്ലെസ് എലമെന്റ്, റിസ്ക്ലെസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മണി കൈവശം വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മണി കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത് ക്വൈറ്റ് സേഫ് ആണല്ലേ, ഒന്നും നഷ്ടപ്പെടാനില്ല. 4000 രൂപ നമ്മുടെ കൈവശം വെച്ചാൽ ആ 4000 രൂപ എന്നും അവിടെ ഉണ്ടായിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള തേയ്മാനവും സംഭവിക്കുന്നില്ല, ഡിപ്രീസിയേഷനോ വിയർ ആൻഡ് ടിയർ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് റിസ്ക്ലെസ് ആണ്, സേഫുമാണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ബോണ്ടാണ് നമ്മൾ ബോണ്ടിലോ അല്ലെങ്കിൽ ഷെയറിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരാനുണ്ട്? ഒരു റിട്ടേൺ വരാനുണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ മറ്റൊരു റിട്ടേൺ അവിടെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു റിസ്കി എലമെൻ്റ് ആണ്. കാരണം അവിടെ എന്ത് ചെയ്യാം? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ബോണ്ടിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ, ബോണ്ട് പ്രൈസസിൽ ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കാം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിലെ ആ ഒരു കമ്പനിക്ക് ലോസോ പ്രോഫിറ്റോ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിസ്കി എലമെൻ്റ് എവിടെ നിൽക്കുന്നുണ്ട്? ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മണി ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക, ഇൻവെന്ററി ഓഫ് മണി എന്ന് പറയുന്നത് റിസ്ക്ലെസ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ അത് ഹാൻഡ് ബോണ്ട് ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിട്ടേൺ കിട്ടും. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു റിസ്കി എലമെന്റ് കൂടെ നിലനിൽക്കുന്നുണ്ട്. കൈവശം വെക്കുന്ന മണിക്ക് റിട്ടേൺ ഇല്ല, യാതൊരു റിട്ടേണും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കൈവശം വെക്കുന്ന മണി എന്ന് പറയുന്നത് ഇൻവെന്ററി ഓഫ് മണി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ് ഈസ് റിസ്ക്ലെസ് ആൻഡ് സേഫ്റ്റി വൺ അല്ലേ? പക്ഷേ നമ്മുടെ ബോണ്ടും ഷെയറും ഒക്കെ എന്താണ്? റിസ്ക് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ബോമോൾ എടുത്ത് ചോദിക്കുന്നത് സേവിങ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് അല്ലേ? ബാങ്കിലുള്ള സേവിങ് ഡെപ്പോസിറ്റ്. ഈ സേവിങ് ഡെപ്പോസിറ്റ് എന്താണ്? റിസ്ക്ലെസ് ആണ്. നമ്മൾ എത്ര രൂപ, നമ്മുടെ കയ്യിലുള്ള 4000 രൂപ എന്താണ്? സപ്പോസ് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്
കൈവശം വെക്കുക. ഇൻവെൻട്രി ഓഫ് മണി ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള 4000 രൂപ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക, ബോണ്ടിലോ ഷെയറിലോ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി തേർഡ് വൺ സേവിങ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ പോയിട്ട് സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ ഇൻവെൻട്രി ഓഫ് മണിയാണ് അല്ലേ, നമ്മുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കുക. ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇൻവെൻട്രി ഓഫ് മണി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു റിസ്ക്ലെസ് ആണ്, ക്വൈറ്റ് സേഫ്റ്റി അല്ലേ, സേഫ്റ്റിയാണ്. 4000 രൂപ കൈവശം വെച്ചാൽ ആ 4000 രൂപ എപ്പോഴും ഉണ്ടായിരിക്കും, അതിൽ കുറവ് സംഭവിക്കില്ല, കൂടുതലും സംഭവിക്കില്ല. അതാണ് ഇൻവെൻട്രി ഓഫ് മണിയുടെ പ്രത്യേകത. ഇനി സെക്കൻഡ് വൺ എന്താണ്, ബോണ്ടിലോ ഷെയറിലോ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ പറഞ്ഞു അവിടെ റിസ്ക് എലമെൻ്റ് ഉണ്ട്, കാരണം നമുക്ക് റിട്ടേൺ വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ 4000-ൽ കൂടുതൽ ക്യാഷ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ 4000-ൽ കുറവ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. റിസ്ക്കും റിട്ടേണും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അതേസമയം ബാങ്കിൽ കൊണ്ടുപോയിട്ട് സേവിങ് ഡിപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ റിസ്ക് എലമെൻ്റ് ഇല്ല. കാരണം നമ്മൾ സേവിങ് ആയിട്ട് 4000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ആ 4000 രൂപ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമല്ല, ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അവിടെ ഈൽഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ 4000-ൽ നിന്നും 4000-നേക്കാൾ മുകളിൽ നമുക്കവിടെ സേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈൽഡ് ചെയ്യാനുള്ള ഒരു അവസരം എവിടെയുണ്ട്, സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കീപ്പ് ചെയ്യുമ്പോഴുണ്ട്. എന്നിട്ടും ബോമോളിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉണ്ടായിട്ട് കൂടി സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് മണി കീപ്പ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ അവസരമുണ്ടെങ്കിൽ ആ ഒരു മണി നഷ്ടപ്പെടുകയില്ല, മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള മണി കിട്ടുകയും ചെയ്യും. എന്നിട്ടും ജനങ്ങൾ ഇൻഡിവിജ്വൽ എന്തുകൊണ്ട് ഇങ്ങനെ ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളതാണ് ആര് ചോദിച്ചത്, ബോമോൾ ചോദിച്ചത്. അതൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇവിടെ 4000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ, സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചാൽ 4000 രൂപയും അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് മസ്റ്റാണ് അല്ലേ, തീർച്ചയായിട്ടും നമുക്കത് ലഭ്യമാവും. പക്ഷെ എന്നിട്ടും ഇൻവെൻട്രി ഓഫ് മണി ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൈവശം പണം വെക്കുന്നതിന് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ബോമോൾ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തിയ മറുപടി ഇതാണ്: കൺവീനിയൻസ് ആൻഡ് കേപ്പബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ഈസിലി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് കൺവീനിയൻസ്, നമ്മുടെ കൈവശം വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആവശ്യം വന്നാൽ അപ്പം പോയിട്ട് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഇന്നത്തെ പോലെ ATM, ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് ബോമോളും ടോബിനും ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാഷ്ലെസ് ഇക്കോണമി ആയിരുന്നില്ല, ക്യാഷ്ലെസ് ഇക്കോണമി വരുന്നതിന് മുമ്പെയാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ പോയിട്ട് അത് നമുക്ക് മുന്നിൽ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ടൈം കൺസ്യൂമിങ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൈവശമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും അത് എടുത്ത് യൂസ് ചെയ്യാം അല്ലേ. ആ ഒരു കൺവീനിയൻസ് ആണ് ഇവിടെ ഇൻഡിവിജ്വലിന്, ഈ ഒരു ചെറിയ ലാഭത്തെക്കാളും ഇൻഡിവിജ്വൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു കൺവീനിയൻസിനാണ് ദാൻ അഡീഷണൽ ഏർണിങ്സ്. ദാറ്റ് ഈസ് വൈ ദേ കീപ് മണി വിത്ത് ദം ഫോർ ട്രാൻസാക്ഷൻ പർപ്പസസ് എന്നുള്ളതാണ് ബോമോളും ടോബിനും കൂടെ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് വലിയൊരു പങ്കുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുകയും ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോസ്റ്റ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ട് ഇൻവെൻട്രി ആയിട്ട് മണി കീപ്പ് ചെയ്യുമ്പോൾ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്. ഈ കോസ്റ്റിനെയും ബെനിഫിറ്റിനെയും കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് ബോമോളിൻ്റെ കണ്ടെത്തൽ. ബോമോളിൻ്റെ തിയറി പ്രകാരം ബോമോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുകയും ചെയ്യും. ഇങ്ങനെ ഇതിൻ്റെ ബേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ കോസ്റ്റിനെയും ബെനിഫിറ്റിനെയും അനലൈസ് ചെയ്തിട്ടാണ് ബോമോൾ എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ തിയറി ഇൻവെൻട്രി അപ്രോച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇങ്ങനെ
ഇൻവെൻട്രി ഓഫ് മണിയുടെ കാര്യത്തിൽ ട്രാൻസാക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മണി കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് ഫോർഗോൺ ചെയ്യുന്നതാണ് കോസ്റ്റ്. അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടാണ് ബോമോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദി കോസ്റ്റ് വിച്ച് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്നുള്ളതാണ് അല്ലേ. അതായത് ഏറ്റവും ഈ ഒരു മണി കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ കൈവശം വെക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന ഏണിങ്സിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ആ ഏണിങ്സ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ബോമോള് ഈ ഒരു കോസ്റ്റിനെ കൈവശം വെക്കുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഏണിങ്സ് ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റിനെ കൈവശം വെക്കുമ്പോൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടാണ് ബോമോള് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ബേസിൽ ഇതൊന്ന് അനലൈസ് ചെയ്യാം. ബോമോള് എസ്യൂം ചെയ്യണം ഒരു വ്യക്തിക്ക് മന്ത്ലി സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഗ്രാജുവലി സ്റ്റഡി റേറ്റിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് 12,000 രൂപയാണ് ഒരു വ്യക്തിയുടെ സാലറി. 12,000 രൂപയാണ് മന്ത്ലി സാലറി. ഈച്ച് മന്തിൻ്റെ എല്ലാ മന്തിൻ്റെയും ഫസ്റ്റ് ഡേ അദ്ദേഹത്തിന് 12,000 രൂപ കിട്ടും. പക്ഷേ ഈ ഒരു മന്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഡെയിലി അദ്ദേഹത്തിന് എന്തുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ഒരു സ്റ്റഡി റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ചിലവഴിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഈ ഗെറ്റ്സ് ഇസ് ക്യാഷ്ഡ് ഓൺ ദി വെരി ഫസ്റ്റ് ഡേ ആൻഡ് ഗ്രാജുവലി സ്പെൻഡ് ഇറ്റ് ഡെയിലി ത്രൂ ഔട്ട് ദി മന്ത്. ഈ ഒരു മന്തിൻ്റെ ഡെയിലി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പണം കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ 12,000 രൂപ എന്തിനുള്ളതാണ്, ഒരു മന്തിൽ അദ്ദേഹത്തിൻ്റെ സാലറിയാണ്. അപ്പോൾ ജനുവരി ഫസ്റ്റിന് അദ്ദേഹത്തിൻ്റെ 12,000 ആണ് അദ്ദേഹത്തിൻ്റെ സാലറി. ഈ ജാനുവരിയിൽ ഇനി ഫെബ്രുവരി ഫസ്റ്റിന് എന്ത് കിട്ടും, സാലറി കിട്ടും. അപ്പോൾ ജാനുവരിയിലെ മൊത്തം ചെലവ് എങ്ങനെയാക്കണം, 12,000 ഒതുക്കണം. അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ 12,000 യൂസ് ചെയ്യണം. അപ്പോൾ ഡെയിലി 12,000 ഡിവൈഡഡ് ബൈ 30 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 400 കിട്ടും അല്ലേ. 400 കിട്ടും. അതായത് ഡെയിലി 400 രൂപ വെച്ച് അദ്ദേഹം എന്തിന്, ട്രാൻസാക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ ജാനുവരി 31 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടാവും, 0 ആയിരിക്കും ബാക്കി ഉണ്ടാകുന്നത് അല്ലേ. ഓരോ ദിവസവും 400, ജാനുവരി 1 to 31 വരെ അദ്ദേഹം 30 വരെ അദ്ദേഹം 400 രൂപ ഡെയിലി വെച്ച് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു ജാനുവരി 13 ലെഫ്റ്റ് ചെയ്യുന്ന ബാലൻസ് എത്രയായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അദ്ദേഹത്തിന് 12,000 രൂപയാണ് മന്ത്ലി സാലറി കിട്ടുന്നത്. ഫസ്റ്റ് ഡേ സാലറി കിട്ടും. പക്ഷെ 400 രൂപ വെച്ച് എല്ലാ ദിവസവും അദ്ദേഹം എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇൻ്റർവെല്ലായിട്ട് ഇത് യൂസ് ചെയ്യാം. അതായത് 12,000/2 6,000. അതായത് ഫസ്റ്റ് 15ന് 6,000, സെക്കൻഡ് 15th 2 15th ആണല്ലോ, 30 ദിവസം വരുന്ന ഒരു മന്തിൽ ആദ്യത്തെ 15 ദിവസം 12,000, രണ്ടാമത്തെ 15 ദിവസം 12,000. അങ്ങനെയും യൂസ് ചെയ്യാം അല്ലേ. അങ്ങനെയും മണി എന്ത് ചെയ്യാം, കീപ്പ് ചെയ്തിട്ട് വെക്കാം. അതായത് ആ 15 ദിവസത്തിനുള്ള 6,000 കൈവശം വെച്ചിട്ട് 6,000 എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് അതിന് ഏണിങ്സ് ഉണ്ടാവാം അല്ലേ. അല്ലെങ്കിൽ വല്ല ബോണ്ടിലോ മറ്റിലോ നിക്ഷേപിച്ച് അതിന് റിസ്ക്കും റിട്ടേണും കൂടെ എന്ത് ചെയ്യാം, ഫേസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 6,000 ആണ് അല്ലേ. 6,000 കൈവശം വെക്കുന്നു. കാരണം 15 ദിവസത്തിൻ്റെ 6,000 കൈവശം വെക്കുന്നു. ബാക്കി 6,000 എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെയും അദ്ദേഹത്തിൻ്റെ ആവറേജ് ഹോൾഡിങ്സ് വരാം. എങ്ങനെയാണ്, രണ്ട് ഇതായിട്ടാണ് ഈ ഒരു 1 മന്തിനെ 2 ഭാഗമാക്കിയിട്ടാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് ഹോൾഡിംഗ് ഓഫ് മണി ഈക്വൽ ടു ₹6,000 ആയിട്ട് മാറും. ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, 12,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തി ആ 12,000 രൂപ ഫസ്റ്റ് മന്തിൽ ഓരോ മന്തിൻ്റെയും ഫസ്റ്റ് ഡേ ക്രെഡിറ്റ് ആയി. അങ്ങനെ ക്രെഡിറ്റ് ആയാൽ മൊത്തം ഡെബിറ്റ് ചെയ്തത് അല്ലെങ്കിൽ മൊത്തം വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് അല്ലേ. 12,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തി 400 രൂപ വെച്ച് ഡെയിലി ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ആ നമ്മുടെ സാലറി ക്രെഡിറ്റ് ആയ അതേ ദിവസം തന്നെ മൊത്തം എമൗണ്ട് 12,000 രൂപയും വിഡ്രോ ചെയ്യുന്നു. അത് ഒന്നാമത്തെ മെത്തേഡ്. അത് പോസിബിൾ ആണോ, അത് ഒപ്റ്റിമൽ സ്ട്രാറ്റജി ആണോ? ഓഫ് കോഴ്സ് ദർ ഈസ് നോ അല്ലേ. അത് ഒരു ഒപ്റ്റിമൽ സ്ട്രാറ്റജി അല്ല. കാരണം എന്താണ്, ഒരു തരത്തിലും അദ്ദേഹത്തിന് ഒരു ഏണിങ്ങും കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൊത്തം സാലറിയും അദ്ദേഹം എന്ത് ചെയ്ത് വെക്കും, ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൈവശം വെക്കും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഏണിങ്സും അവിടെ കിട്ടില്ല.
അദ്ദേഹത്തിന് അവിടെ ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേറൊരു വിധത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു, യൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാമായിരുന്നു. അതായത് എക്സാമ്പിളായിട്ട് നമ്മുടെ ആവറേജ് ഏണിങ്സ് 6,000 പറഞ്ഞതുപോലെ 12,000 രൂപ ഫസ്റ്റ് ഡേ ക്രെഡിറ്റ് ആയി. അദ്ദേഹത്തിന് ഈ ഒരു മന്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ 15 ദിവസം, സെക്കൻഡ് 15 ഡേയ്സ്, ഇങ്ങനെ ആദ്യത്തെ 15 ഡേയ്സിന് എത്ര വരും, അതിൻ്റെ പകുതി 12,000-ൻ്റെ പകുതി ആയിട്ടുള്ള 6,000 രൂപ. അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ഡേ 6,000 രൂപ വിഡ്രോ ചെയ്യാമായിരുന്നു. ബാക്കി 6,000 അവിടെ സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരുന്നു എങ്കിൽ ഇപ്പം 5% ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഈ 6,000-ന് മുകളിൽ വരുമായിരുന്നു. ഈ ഒരു 15 ദിവസത്തേക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടുമായിരുന്നു, എക്സ്ട്രാ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ഈ 6,000-ൻ്റെ കൂടെ കിട്ടുമായിരുന്നു. അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടൊരു ഏണിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ല. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവറേജ് മണി ഹോൾഡിങ്സ് എത്രയായിരുന്നു, 6,000, അതായത് 12,000/2 ആയിട്ട് മാറും. അപ്പോൾ 6,000 ആയിരിക്കും. കാരണം 2 മന്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6,000 വെച്ചിട്ടാണ്. ഫസ്റ്റ് 15 ഡേയ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേയിൽ സാലറി കിട്ടിയ ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം എന്ത് ചെയ്യും, പകുതി സാലറി ആയിട്ടുള്ള 6,000 വിഡ്രോ ചെയ്യും. 6,000 എന്ത് ചെയ്യും, അവിടെ കീപ്പ് ചെയ്ത് വെക്കും. ഇനി 15 ദിവസത്തെ എക്സ്പെൻസ് കഴിഞ്ഞ് 16ാമത്തെ ദിവസം മോർണിംഗിൽ അദ്ദേഹം എന്ത് ചെയ്യും, ബാക്കി വന്ന 6,000 കൂടെ വിഡ്രോ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ആ 6,000-ന്മേൽ 15 ദിവസത്തേക്കുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ടോട്ടലി ഫസ്റ്റ് ഡേ വിഡ്രോ ചെയ്യുന്നതിനേക്കാൾ പകുതിയായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു വേ, ടോട്ടലി ഫസ്റ്റ് ഡേയിൽ വിഡ്രോ ചെയ്യുന്നതിന് പകരം പകുതിയായിട്ട് വിഡ്രോ ചെയ്യാം. ഫസ്റ്റ് ഡേ 6,000 വിഡ്രോ ചെയ്തിട്ട് ദെൻ 16th ഡേയിൽ, ഫസ്റ്റ് 15th ഡേ അവസാനിച്ച് 16th ഡേ മോർണിംഗിൽ എന്ത് ചെയ്യാം, ബാക്കി 6,000 കൂടെ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 15 ദിവസത്തേക്ക് 6,000 രൂപയിന്മേലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഏണിങ്സ് നമുക്ക് ആ ഒരു 15 ഡേയ്സിൽ ഉണ്ടാക്കാമായിരുന്നു. ഇനി മറ്റൊരു ഡിസിഷൻ എന്ന് പറയുന്നത് 4,000 1/3 ഓഫ് ഹിസ് സാലറി എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്യാം, അവിടെ കീപ്പ് ചെയ്തിട്ട് വെക്കാം. 2/3 എന്ത് ചെയ്യാം, അവിടെ കീപ്പ് ചെയ്യാം അല്ലേ. 4,000 രൂപ ഫസ്റ്റ് ഡേയിൽ തന്നെ 4,000 രൂപ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ബാക്കി വരുന്ന 8,000 രൂപ അവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ 4,000 രൂപ 400 രൂപ വെച്ച് 10 ദിവസത്തിന്, അപ്പോൾ 10 ദിവസത്തിന് 4,000 രൂപ കീപ്പ് ചെയ്ത് വെച്ചാൽ ബാക്കി എത്ര ദിവസമുണ്ട്, 20 ഡേയ്സ് ഉണ്ട് അല്ലേ. അതിൽ 20 ഡേയ്സിന്മേൽ എന്ത് കിട്ടും, ഈ ബാക്കി വരുന്ന 8,000-ന്മേൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ആദ്യം 4,000 ഫസ്റ്റ് ഡേയിൽ 4,000 രൂപ വിഡ്രോ ചെയ്യുന്നു. എന്നിട്ട് 10 ദിവസം ഈ 4,000 ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഈ 4,000-ന്മേൽ അഡീഷണൽ ആയിട്ട് യാതൊരു വിധത്തിലുള്ള ഏണിങ്സും കിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ 4,000 എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി എൻഡ് ഓഫ് ദി 10th ഡേയിൽ എൻഡിൽ എന്ത് ചെയ്യും, ഈ 4,000 രൂപ നമ്മുടെ കൈവശമുള്ളത് തീരുന്നു. 11th ഡേയിൽ വീണ്ടും ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ 11th ഡേ മോർണിംഗിൽ എന്ത് ചെയ്യും, ബാക്കി വരുന്ന 4,000 10 ദിവസത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ബാക്കി പിന്നെയും ബാങ്കിൽ എന്തുണ്ട്, ഒരു 4,000 ഉണ്ട്. ആ 4,000 എന്ത് ചെയ്യും, 20th ഡേ എൻഡ് ചെയ്തിട്ട് 21st ഡേയിൽ വീണ്ടും ആ 4,000 വിഡ്രോ ചെയ്യുന്നു. ഇങ്ങനെ 3 പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യാം അല്ലേ. 4,000 വെച്ചിട്ട് വിഡ്രോ ചെയ്യാം. അതിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ പല സ്കീംസ് നമ്മൾ കണ്ടു അല്ലേ. എന്താണ്, തുടക്കത്തിൽ വിഡ്രോ ചെയ്യാം, 2 മന്തിനെ 2 ആക്കി തിരിച്ച് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ 3 ആക്കി തിരിച്ച് വിഡ്രോ ചെയ്യാം. ഇങ്ങനെയൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏത് സ്കീമായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ബോമോൾ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഏത് സ്കീം വിച്ച് സ്കീം ഹി വിൽ ഡിസൈഡ് ടു അഡോപ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കോസ്റ്റിനെയും അദ്ദേഹത്തിൻ്റെ ഏണിങ്സിനെയും ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സേവിങ് ഡെപ്പോസിറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. സേവിങ് ഡിപ്പോസിറ്റായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ബോണ്ടിലോ ഷെയറിലോ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ
ഇതിനൊരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞു റിസ്ക്ലെസ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഏണിങ്സ് തരുന്ന ഒന്നാണ് സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെയും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. കാരണം ബാങ്കിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഒരു പ്രാവശ്യം ഫസ്റ്റ് ഡേയിൽ വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഒറ്റ പ്രാവശ്യം പോയിട്ട് ഒരു വട്ടം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇനി 2 പ്രാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. 3 പ്രാവശ്യമാണെങ്കിൽ 3 പ്രാവശ്യം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കോസ്റ്റിനെ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇനി ബോണ്ടിലോ അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബ്രോക്കറേജ് ഫീയുടെ ഒരു കേസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രോക്കറേജ് ഫീ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പോലുള്ള കോസ്റ്റിനെ അവർ അനലൈസ് ചെയ്യും. ഇനി അതിൽ നിന്നും കിട്ടേണ്ടതും ഫോർഗോൺ ചെയ്യുന്നതുമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽസ് ഒരു തീരുമാനത്തിൽ എത്തുന്നത്. കൂടുതൽ സമയം ഇപ്പോൾ 3 ടൈമായിട്ടും 2 ടൈമായിട്ടൊക്കെയാണ് ഇൻഡിവിജ്വൽ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് വരും, അദ്ദേഹത്തിന് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഏത് സ്കീം സെലക്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ മോർ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബ്രോക്കറേജ് ഫീയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഈ കോസ്റ്റും ഏണിങ്സും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗ്രേറ്റർ ദ എമൗണ്ട് ഓഫ് പേ ചെക്ക് ഈ വിഡ്രോസ് ഇൻ ക്യാഷ്. അദ്ദേഹം വിഡ്രോ ചെയ്യുന്ന ക്യാഷ് ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രോക്കേഴ്സ് ഫീനെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയും സേവ് ചെയ്യാൻ പറ്റും. അതായത് ബ്രോക്കേഴ്സ് ഫീയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കും. ഇനി അത് പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണ്, ഗ്രേറ്റർ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഹിയർ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. അദ്ദേഹം ഫോർഗോൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ റിട്ടേണും കോസ്റ്റും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് കോസ്റ്റ് കുറഞ്ഞാൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും അവിടെ കുറയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അദ്ദേഹം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ബേസിൽ 12,000 അദ്ദേഹത്തിന് സാലറി കിട്ടിയ ഡേ തന്നെ അദ്ദേഹം വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 12,000 മൊത്തത്തിൽ വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രോക്കേഴ്സ് ഫീ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നേ വരും. ആ ഒരൊറ്റ ദിവസത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രമേ വരും. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റോ 0 ആയിരിക്കും. നത്തിങ് ഏൺസ് മോർ അല്ലേ. അദ്ദേഹം കൂടുതലായിട്ട് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഏൺ ചെയ്യുന്നില്ല. അപ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ അവിടെ എന്തിനും ചാൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഫോർഗോ ചെയ്യുന്നത് കൂടാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനും ഏണിങ്സ് കുറയാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് ഓഫ് പ്രോബ്ലം റിട്ടേണിനും കോസ്റ്റിനും ഇടയിൽ ട്രേഡ് ഓഫ് പ്രോബ്ലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമിൻ ആൻ ഒപ്റ്റിമം എമൗണ്ട് ഓഫ് മണി ടു ഹോൾഡ്. എത്രയാണ് ഒപ്റ്റിമം എമൗണ്ട് ഓഫ് മണി, എത്ര ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഈ കോസ്റ്റിനെയും റിട്ടേണിനെയും കമ്പയർ ചെയ്തിട്ടാണ് ആര് തീരുമാനിക്കപ്പെടുന്നത്, ഒരു ഇൻഡിവിജ്വൽ തീരുമാനിക്കപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഈസ് ഡിറ്റർമിൻഡ് ബൈ മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം ഫോർഗോൺ ആൻഡ് ബ്രോക്കേഴ്സ് ഫീ. അപ്പോൾ മിനിമൈസ് ചെയ്യണം എന്തൊക്കെ, കോസ്റ്റും ഇത്തരത്തിൽ ഫോർഗോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും ബ്രോക്കേഴ്സ് ഫീയും അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റും എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കിട്ടുന്ന നമ്മൾ പറഞ്ഞു കോസ്റ്റ് കിട്ടും റിട്ടേൺ കിട്ടും. ഇങ്ങനെ കോസ്റ്റാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ റിട്ടേണിനേക്കാൾ കൂടുതൽ കോസ്റ്റാണ് ഇൻകർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള സ്കീം സെലക്ട് ചെയ്യും. ഇനി എപ്പോഴാണ് ഏണിങ്സ് കൂടുന്നത്, അപ്പോൾ ആ ഏണിങ്സ് കൂടുന്ന സ്കീം അദ്ദേഹം സെലക്ട് ചെയ്യും. അപ്പം എക്സാമ്പിളായിട്ട് ഫസ്റ്റ് ഡേയിൽ 12,000 വിഡ്രോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തോന്നുകയാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതിനുള്ള കാരണം 3 പ്രാവശ്യം പോയിട്ട് അത് എടുക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ്, അത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് നഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ആ ഏണിങ്സ് വേണ്ട, കോസ്റ്റ് അവിടെ ചിലവാകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം
അദ്ദേഹം എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ഡേ തന്നെ മൊത്തം ക്യാഷ് വിഡ്രോ ചെയ്യും. ഇനി അല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്കീമായിട്ട് ഏറ്റവും കൂടുതൽ ബൈ ആയിട്ട് വിഡ്രോ ചെയ്യുന്ന സ്കീം അദ്ദേഹം സെലക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ ബേസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സാലറി എന്ന് പറയുന്നത് വൈ ആണ്. ഒരു വ്യക്തിക്ക് കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ 12,000 ആണ് മന്ത്ലി സാലറി അല്ലേ. ആ സാലറിനെ നമ്മൾ വൈ എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അദ്ദേഹം ഇതിൽ നിന്നും ഫസ്റ്റ് അല്ലെങ്കിൽ ഓരോ ഇടവേളകളിലും എത്ര വിഡ്രോ ചെയ്യുന്നു അതിനെ സി എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യം 12,000 സാലറി ഉള്ള ഒരു വ്യക്തി പലതരത്തിൽ വിഡ്രോ ചെയ്യാം അല്ലേ. ഫസ്റ്റ് 12,000 വിഡ്രോ ചെയ്യാം, അപ്പോൾ സി എന്തായിരിക്കും, 12,000 ആയിരിക്കും. ഇനി 6,000 വെച്ചിട്ട് 2 തവണ ആയിട്ട് വിഡ്രോ ചെയ്യും, അപ്പോൾ സി എന്തായിരിക്കും, 6,000 ആയിരിക്കും അല്ലേ. ഇനി 4,000 വെച്ചിട്ട് 3 തവണയായിട്ട് വിഡ്രോ ചെയ്യും, അപ്പോൾ സി 4,000 ആയിരിക്കും. എത്രയാണോ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ട് ആണ് എന്ത്, സി. ആവറേജ് എമൗണ്ട് ഓഫ് ദി ക്യാഷ് ഈ വിഡ്രോസ് ആണ് സി എന്ന് പറയുന്നത്. ഇനി ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ഈ ഗോസ് ടു ദി ബാങ്ക്. അപ്പോൾ വ്യക്തിയെ സംബന്ധിച്ച് 12,000 ഫസ്റ്റ് ഡേയിൽ തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി 2 തവണയായിട്ട് 6,000 വെച്ചിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 4,000 വെച്ചിട്ടാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടി 3 ആയിരിക്കും. കാരണം മന്ത്ലി 3 പ്രാവശ്യമാണ് അദ്ദേഹം ബാങ്കിലേക്ക് പോയിട്ട് ആ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഇനി ബി എന്ന് പറയുന്നത് ബ്രോക്കേഴ്സ് ഫീ ആണ്. ബ്രോക്കേഴ്സ് ഫീ ആണ് ബി എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം അല്ല, ഇക്വേഷൻ പ്രകാരം ഫസ്റ്റ് സ്കീമിൽ 12,000 സാലറി കിട്ടുന്ന വ്യക്തി ആ 12,000 ടോട്ടലി എന്ത് ചെയ്യുകയാണ്, ഫസ്റ്റ് ഡേ തന്നെ വിഡ്രോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രോക്കേഴ്സ് ഫീ എന്തായിരിക്കും, കുറവായിരിക്കും. ബാങ്കിലേക്കുള്ള ട്രിപ്പും കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറവായിരിക്കും. ഇനി ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് വിഡ്രോവൽ എങ്ങനെ മിനിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള മിനിമൈസിങ് കോസ്റ്റിൻ്റെ ആവറേജ് വിഡ്രോവൽ എത്രയാണ്, കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് വേണം ഏത് സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് വിഡ്രോവൽ വിച്ച് മിനിമൈസ് കോസ്റ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി 2 times ബ്രോക്കേഴ്സ് ഫീ മൾട്ടിപ്ലൈഡ് ബൈ ദി സൈസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻകം ആൻഡ് ഡിവൈഡഡ് ബൈ ദി ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് സി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ക്യാഷ് എത്ര വിഡ്രോ ചെയ്യണം, ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് വിഡ്രോവൽ വിച്ച് മിനിമൈസസ് കോസ്റ്റ് മിനിമൈസേഷനിൽ ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് വിഡ്രോവൽ ആണ് സി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2b 2 times ബ്രോക്കറേജ് ഫീ ഇൻറ്റു വൈ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം ഡിവൈഡഡ് ബൈ ആർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്കീമിൽ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി ഇൻറ്റു വൈ എന്ന് പറയുന്നത് 12,000 ആയിരിക്കും. ആർ എന്ന് പറയുന്നത് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർഗോൺ അതായിരിക്കും. ഇനി ദിസ് ഈസ് ജനറലി റെഫർ ടു ആസ് സ്ക്വയർ റൂട്ട് റൂൾ. ഈ റൂളിനെയാണ് സ്ക്വയർ റൂട്ട് റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഹയർ ബ്രോക്കറേജ് ഫീ ആണ് എന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് ഫീ ഹയർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു സി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഹയർ ദി ബി ആണെങ്കിൽ സി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ലോവർ ദി ബി ആണെങ്കിൽ സി കുറവായിരിക്കും. കാരണം ഹയർ ബ്രോക്കറേജ് ഫീ എപ്പോഴും ഇൻഡിവിജ്വലിനെ ബാങ്കിലേക്കുള്ള ട്രിപ്പിനെ ഡിസ്കറേജ് ചെയ്യുന്നു. അതായത് ഹയർ ബ്രോക്കറേജ് ഫീ ആണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും, ഫുൾ എമൗണ്ട് അത് അവരുടെ കയ്യിൽ വെക്കാൻ താല്പര്യപ്പെടും. ഇനി ബ്രോക്കറേജ് ഫീ കുറയുന്നതിനനുസരിച്ച് അവർ ബാങ്കിലേക്ക് കൂടുതൽ ട്രിപ്പ് പോകും. അതായത് ബാങ്കിൽ നിന്നും പല സ്കീമുകളായിട്ട് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ മന്ത്ലി 2 times ആയിട്ടോ മന്ത്ലി 3 times ആയിട്ടൊക്കെ അവർ വിഡ്രോ ചെയ്യും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കറേജ് ഫീ കുറവാണ് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സി എന്തായിരിക്കും, കുറവായിരിക്കും. ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ സി കൂടുതലായിരിക്കും. അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അവരെ മണി ഹോൾഡ് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, കൂടുതൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് 2 time ആയിട്ടോ 3 time ആയിട്ടോ 4 time ആയിട്ടോ ഒക്കെ ഇൻകം ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യും. ഇങ്ങനെ കോസ്റ്റിനെയും റിട്ടേണിനെയും കമ്പയർ ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഇൻവെൻട്രി മണി ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്നത് എന്നുള്ളതാണ് ബോമോളിനെ കണ്ടെത്തുന്നത്. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടെ ബോമോളും ടോബിനും കൂടെ പറയുന്നുണ്ട്. ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഫ്രീഡ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോണിറ്ററിസ്റ്റ് ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള മിൽട്ടൺ ഫ്രീഡ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ഫോർ മണി. ഇതിനെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം
ഇതിനെ മണി ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാബിൾ ഫംഗ്ഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് വിശ്വസിച്ചു പോകുന്നു. മണി ഡിമാൻഡ് ഫംഗ്ഷനാണ് മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും സ്റ്റാബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്നുള്ളതാണ് ഫ്രീഡ്മാൻ്റെ വാദം. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഫ്രീഡ്മാനെ മണീനെ ഒരു അസറ്റായിട്ട്, ഒരു ടൈപ്പ് ഓഫ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മണി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അസറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ജനങ്ങൾ മണി കൈവശം വെക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ മണി ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽസ് മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ഈ ഒരു മണീൻ്റെ പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് സെർവ് ആസ് എ ജനറൽ പർച്ചേസിങ് പവർ. ഈ മണിക്ക് എന്തുണ്ട്? ഒരു പർച്ചേസിങ് പവർ ഉണ്ട്. ഈ പർച്ചേസിങ് പവർ കാരണം അത് എന്തിന് യൂസ് ചെയ്യാം? ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണി യൂസ് ചെയ്യാം. അതുകൊണ്ട് മണി കൈവശം വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആ ഒരു മണിയുടെ പർച്ചേസിങ് പവറാണ്. ഈ പർച്ചേസിങ് പവർ കാരണം ബൈങ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു മീനായിട്ട് ആര് യൂസ് ചെയ്യാം? മണീനെ യൂസ് ചെയ്യാം. അപ്പോൾ മണി എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സർവീസസ് ഉണ്ട്. ഈ അസറ്റ് പലതരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് പീപ്പിൾ ഈ മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട മണിയുടെ പ്രധാനപ്പെട്ട സർവീസാണ് ടു സെർവ് ആസ് എ പർച്ചേസിങ് പവർ. പർച്ചേസിങ് പവർ ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് പർച്ചേസിങ് പവർ. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യാൻ കഴിയും? മണി യൂസ് ചെയ്യാൻ കഴിയും. സോ പീപ്പിൾ ഹോൾഡ് മണി വിത്ത് ദം. മിൽട്ടൺ ഫ്രീഡ്മാന് ഒരിക്കലും ഈ ഒരു മണിയെ മോട്ടീവ്സിൻ്റെ ബേസിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഇതിൻ്റെ തമ്മിലൊന്നും ഒരു ഡിസ്റ്റിങ്ഷൻ ആര് നടത്തിയിട്ടില്ല? നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ജനറൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ അസറ്റ് പോലെ തന്നെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡിമാൻഡ് എന്താണോ അതുപോലെ തന്നെയാണ് മണിയുടെ ഡിമാൻഡും എന്നുള്ളതാണ് ആരുടെ വാദം? ഫ്രീഡ്മാൻ്റെ വാദം. കാരണം മണീനെ ഒരു അസറ്റ് ആയിട്ടാണ് ആര് കണ്ടിട്ടുള്ളത്? മിൽട്ടൺ ഫ്രീഡ്മാൻ കണ്ടിട്ടുള്ളത്. ഏതൊരു ക്യാപിറ്റൽ അസറ്റും പോലെ തന്നെ മണിക്കും അതിൻ്റേതായിട്ടുള്ള റിട്ടേൺ ഉണ്ട്. ആ റിട്ടേൺ അനുസരിച്ചുള്ള ഒരു സർവീസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മണി ഏതൊരു ക്യാപിറ്റൽ അസറ്റ് പോലെ തന്നെ മണിക്കും എന്തുണ്ട്? റിട്ടേൺ കിട്ടുന്നുണ്ട്. മണിയും ഒരുപാട് സർവീസസ് നടത്തുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയിലൂടെ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്തു. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഡിമാൻഡ് ഫോർ മണീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. എന്നിട്ട് ഈ അനാലിസിസിൽ നിന്നും ഒരു മണി ഫംഗ്ഷൻ, ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം ഫാക്ടേഴ്സിനെ, ഈ ഡിമാൻഡ് ഫോർ മണീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കണ്ടെത്തുകയും ഈ ഫാക്ടേഴ്സിൽ നിന്നും ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുകയും ചെയ്തു. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മീനായിട്ടാണ് മണീനെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മണി കൊണ്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഉണ്ടാകുള്ള ഈ വാല്യൂ ആണ് എന്ത്? റിയൽ ഈൽഡ് ഓൺ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്തു, ഒരു പ്രസ്തുത ക്യാഷ് വെച്ചിട്ട്, മണി വെച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്തു. ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് റിയൽ ഈൽഡ് ആയിട്ട് ആര് കണക്കാക്കിയിട്ടുള്ളത്? ഫ്രീഡ്മാൻ കണക്കാക്കിയിട്ടുള്ളത്. റിയൽ ഈൽഡ് ഓൺ മണിയാണെന്ത്? ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു റിയൽ ഈൽഡ് ഓഫ് മണി അല്ലേ? റിയൽ ഈൽഡ് ഓഫ് മണി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ്. ഇതിൻ്റെ ബേസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് ഈ ഒരു വാല്യൂ കണക്കാക്കുന്നത്. ആ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യാൻ, ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവലിൻ്റെ ബേസിലാണ് ആര് നിൽക്കുന്നത്? ഈ ഈൽഡ്, റിയൽ ഈൽഡ് ഓഫ് മണി നിലനിൽക്കുന്നത്. ഇങ്ങനെ മണി കൂടാതെ ബിസൈഡ്സ് മണി ദർ ആർ അനദർ ഫാക്ടേഴ്സ്. ബോണ്ട് എന്ന് പറയുന്നത് മറ്റൊരു അസറ്റാണ്. അപ്പോൾ അസറ്റിനെയാണ് ആര് നോട്ട് ചെയ്യുന്നത്? നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ നോട്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് മണി മറ്റു ക്യാപിറ്റൽ അസറ്റ് പോലെ തന്നെ മണിയും ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ മണിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റു അസറ്റിൻ്റെ ഡിമാൻഡ് പോലെ തന്നെയാണ് എന്നുള്ളതാണ് ആരുടെ വാദം? മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ വാദം. അപ്പോൾ മണീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മണിയെ പോലെ തന്നെ മറ്റൊരു അസറ്റാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇൻകം അതിന് റിവാർഡായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ബോണ്ട് എന്ന് പറയുന്നത് ഒരു റിസ്കി അസറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്.
ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി ഇതിൽ എന്തുണ്ടാവാം, മാർക്കറ്റിലെ ചേഞ്ചസിനനുസരിച്ച് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരും. അതിനനുസരിച്ച് ഇതിൽ ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ ഉണ്ടാകാം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം, മാർക്കറ്റ് റേറ്റിൽ മിനിറ്റ് ബൈ മിനിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ബോണ്ട് പ്രൈസസും എല്ലാം. ഈ ഒരു ചേഞ്ചസിനനുസരിച്ച് അത് ഈ ഒരു ബോണ്ടിന്മേൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് അസറ്റ് ആണ് ഇക്വിറ്റീസ് ഓർ ഷെയർസ് എന്ന് പറയുന്നത്. ഇതും ബോണ്ട് പോലെ തന്നെയാണ്. ഇതിൻ്റെ റിവാർഡായിട്ട് റിട്ടേൺ ഇതിന് വരുന്നുണ്ട്. ഒരു റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെ റിട്ടേൺ ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ റിവാർഡായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഡിവിഡൻഡ് ആണ് ഇവിടെ വരുന്നത്. ഇക്വിറ്റീസ് ഓർ ഷെയർസിൻ്റെ ഈൽഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡിവിഡൻഡ് റേറ്റ് ആണ്. ഇതും എന്താവാം, മാർക്കറ്റിലെ ഗെയിനും ലോസും അനുസരിച്ച്, മാർക്കറ്റിലെ ചേഞ്ചസ് അനുസരിച്ച്, പ്രൈസ് ലെവലിലെ ചേഞ്ചസ് എല്ലാം അനുസരിച്ച് എക്സ്പെക്റ്റഡ് ക്യാപിറ്റൽ ഗെയിനിലും ലോസിലും എന്ത് സംഭവിക്കാം, ചേഞ്ചസ് സംഭവിക്കാം. ഇനി ഇതുപോലെ തന്നെ ബോണ്ട്സ്, മണി, ബോണ്ട്, ഇക്വിറ്റീസ് ഓർ ഷെയർസ്. ഇതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് അസറ്റ് ആണ് സ്റ്റോക്ക് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡ്യൂറബിൾ കൺസ്യൂമർ കമ്മോഡിറ്റീസ്. കൺസ്യൂമർ കമ്മോഡിറ്റീസിൻ്റെയും സ്റ്റോക്ക് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ റിവാർഡ് ഉണ്ട്. പക്ഷെ അത് മണിയുടെ ടേമിലല്ല നമുക്ക് വിവരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവാർഡ്, സ്റ്റോക്കിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഒരു ഇംപ്ലിസിറ്റ് വൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ നിന്നും മിൽട്ടൺ ഫ്രീഡ്മാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ MD is equal to function of W, H, RM, RB, REP, delta P by P and U. ഇതിൽ MD എന്ന് പറയുന്നത് നോമിനൽ ഡിമാൻഡ് ഫോർ മണിയാണ്. MD is equal to നോമിനൽ ഡിമാൻഡ് ഫോർ മണി. നോമിനൽ ഡിമാൻഡ് ഫോർ മണി ഈസ് ദി ഫംഗ്ഷൻ ഓഫ്, ഇതിൻ്റെ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡ് ഫോർ മണീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ പല ഫാക്ടേഴ്സ്, മണീനെ പോലെ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്, പല വെൽത്ത് ഉണ്ട്, പല അസറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഡിമാൻഡ് ഫോർ മണീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ W എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ വെൽത്തിനെയാണ് W എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. H എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ഹ്യൂമൻ വെൽത്ത് ആണ്. ഈ ടോട്ടൽ വെൽത്തിൻ്റെ ഒരു പ്രപ്പോർഷനെയാണ് H എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. RM എന്ന് പറയുന്നത് മണിയിൽ നിന്നും കിട്ടുന്ന റിവാർഡാണ് അല്ലെങ്കിൽ മണിയുടെ റിട്ടേൺ ആണ് RM എന്ന് പറയുന്നത്. RB എന്ന് പറയുന്നത് ബോണ്ടിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ആണ്. RE എന്ന് പറയുന്നത് ഇക്വിറ്റീസ് ആൻഡ് ഷെയർസിൽ നിന്നും കിട്ടുന്ന റിവാർഡാണ് RE എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവലാണ്. ഡെൽറ്റ P by P എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ U എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആണ്. ഇത്രയും ഫാക്ടേഴ്സ് ഡിമാൻഡ് ഫോർ മണീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആരുടെ വാദം, മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ വാദം. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.